അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തുകൊണ്ടാണ് അള്ളാഹുവിനെ മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കാവൂ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? അതിന് കുറേ കാരണങ്ങളുണ്ട്. അപ്പോൾ ആ കാരണങ്ങൾ ഞാൻ പറയാം. എന്നിട്ട് നിങ്ങൾ ശരിക്കും ചിന്തിക്കുക. ഞാൻ ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ സ്ക്രീനിൽ ഇങ്ങനെ നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്ന രൂപത്തിൽ എഴുതാം. ആ വായിച്ചിട്ട് നിങ്ങൾ ചിന്തിക്കുക. ഇതേ ഗുണം അല്ലാഹ്ക്കല്ലാതെ വേറെ ആർക്കെങ്കിലും ഉണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കുക. ഇല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക, ആരാധന അള്ളാഹുവിന് മാത്രം അർഹതപ്പെട്ടതാണ്. ഒന്നാമതായിട്ട് പരിശുദ്ധ ഖുർആൻ പറയുന്നത് എന്താണെന്നറിയോ? സൃഷ്ടിക്കുന്നവൻ അള്ളാഹു മാത്രമാണ് എന്നുള്ളതാണ്. അപ്പം നിങ്ങൾ ചിന്തിക്കുക, അള്ളാഹു മാത്രമാണ് എല്ലാവരെയും സൃഷ്ടിക്കുന്നത്. ഞാൻ അള്ളാഹിനെ മാത്രമല്ലേ നമുക്ക് വിളിച്ച് പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ. രണ്ടാമതായി ചിന്തിക്കുക, മരിക്കാത്തവൻ അള്ളാഹു മാത്രമുള്ളൂ എന്നുള്ളതാണ്. അപ്പം ഒന്ന് ആലോചിച്ച് നോക്കിയൊക്കെ, ആ മരിക്കാത്ത അള്ളാഹിനോടല്ലേ നമ്മൾ വിളിച്ച് പ്രാർത്ഥിക്കേണ്ടത്. മൂന്നാമതായി മനസ്സിലാക്കേണ്ടത്, എന്നെന്നുമുള്ളവൻ അള്ളാഹു മാത്രമാണ് എന്നുള്ളതാണ്. അപ്പോഴേയും ചിന്തിച്ച് നോക്കിയൊക്കെ, എന്നും നിലനിൽക്കുന്ന പടച്ചവനോടല്ലേ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അതേപോലെ തന്നെ നാലാമതായി മനസ്സിലാക്കേണ്ടത് എന്തറിയോ? അദൃശ്യം അറിയുന്നവൻ അള്ളാഹു മാത്രമാണ്. അഥവാ മറഞ്ഞ കാര്യങ്ങൾ അറിയാനുള്ള കഴിവ് അള്ളാഹ്ക്ക് മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ അള്ളാഹിനോടല്ലേ പ്രാർത്ഥിക്കേണ്ടത്. അതേപോലെ തന്നെ അഞ്ചാമതായി മനസ്സിലാക്കേണ്ടത് എന്തറിയോ? അനുഗ്രഹങ്ങൾ അവനിൽ നിന്ന് മാത്രമുള്ളതാണെന്ന്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയൊക്കെ, അള്ളാഹുവിൽ നിന്നുള്ള അനുഗ്രഹങ്ങളാണ് നമുക്കൊക്കെ ഉള്ളത്. അപ്പോൾ ആ പടച്ചവനോട് തന്നെ ചോദിക്കുന്നതല്ലേ നല്ലത്. അപ്പോൾ അതാണ് പറഞ്ഞത്, അള്ളാഹുവിനോട് മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കാൻ പറ്റൂ എന്നുള്ളതിൻ്റെ അഞ്ചാമത്തെ കാരണം. ആറാമതായി പറഞ്ഞത് എന്തറിയോ? ജീവിപ്പിക്കുന്നവൻ അള്ളാഹു മാത്രമാണെന്ന്. ഒന്ന് ആലോചിച്ച് നോക്കി, ജീവിപ്പിക്കുന്നവൻ അള്ളാഹു മാത്രമാണ്. ഇതൊക്കെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞ ഒരു പോയിന്റുകളാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ. അല്ല ഞാൻ എൻ്റെ ഇഷ്ടത്തിന് വിളിച്ച് പറയില്ല. കണ്ടോ, അള്ളാഹു മാത്രമാണ് ജീവിപ്പിക്കുന്നവനെന്ന് പറയുമ്പോൾ പിന്നെ അള്ളാഹിനെ മാത്രമല്ലേ നമുക്ക് വിളിച്ച് പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ. ഇനി ആറാമതായി മനസ്സിലാക്കുക, മാർഗദർശനം നൽകുന്നവൻ അള്ളാഹു മാത്രമാണെന്നാണ്. ഇനി ഏഴാമതായി മനസ്സിലാക്കുക, ഉപദ്രവങ്ങൾ നീക്കുന്നവൻ അള്ളാഹു മാത്രമാണെന്ന്. ഒന്ന് ആലോചിക്കുക, ഉപദ്രവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഓരോ ഉപദ്രവങ്ങളും മാറ്റുന്നത് അള്ളാഹുവാണ്. അപ്പോൾ അള്ളാഹിനെ നമ്മൾ വിളിച്ച് പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ എട്ടാമതായി നമ്മൾ ചിന്തിക്കേണ്ടത്, ഹൃദയങ്ങളിലുള്ളത് അറിയുന്നവൻ അള്ളാഹു മാത്രമാണെന്നാണ്. അതിനെൻ്റെ ശരി ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ എത്ര പ്രാർത്ഥിക്കണമെങ്കിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ അള്ളാഹ്ക്ക് മാത്രമേ അറിയാൻ പറ്റുമെങ്കിൽ പിന്നെ അള്ളാഹിനോട് തന്നെ നമ്മൾ വിളിച്ച് പ്രാർത്ഥിക്കേണ്ടത്. വേറെ ഏതെങ്കിലും സൃഷ്ടികളോട് നമ്മൾ വിളിച്ച് പ്രാർത്ഥിക്കാൻ പറ്റുമോ? പറ്റില്ല എന്നുള്ളത് തന്നെയാണ്. അതേപോലെ തന്നെ ഒമ്പതാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മോട് ഏറ്റവും അടുത്തവൻ അള്ളാഹു മാത്രമാണെന്നാണ്. അപ്പോൾ ആ പടച്ചവനോടല്ലേ നമ്മൾ വിളിച്ച് പ്രാർത്ഥിക്കേണ്ടത്. അതേപോലെ തന്നെ പത്താമതായി പറയുന്നത്, എല്ലാം കാണുന്നതും കേൾക്കുന്നതും അള്ളാഹു മാത്രമാണ് എന്നുള്ളതാണ്. അപ്പോഴൊന്ന് ആലോചിച്ച് നോക്കി നോക്കുക, എല്ലാം കാണുന്നതും കേൾക്കുന്നവനും. കേൾക്കുക അല്ലേ, നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, അതൊക്കെ കേൾക്കാൻ ആർക്കേ മാത്രമേ പറ്റുള്ളൂ? അള്ളാഹ്ക്ക് മാത്രമേ പറ്റുള്ളൂ എന്നാണ്. അപ്പോൾ അള്ളാഹിനല്ലേ നമ്മൾ വിളിച്ച് പ്രാർത്ഥിക്കേണ്ടത്. 11ാമതായി പറയുന്നത്, മരിപ്പിക്കുന്നവൻ അള്ളാഹു മാത്രമാണെന്നാണ്. ആൾ ചിന്തിച്ച് നോക്കി, മരിപ്പിക്കുന്നത് അള്ളയാണ്. അപ്പോൾ ആ മരിപ്പിക്കുന്ന അള്ളയാകുമ്പോൾ നമ്മൾ ശരിക്കും ചിന്തിച്ച് നോക്കി നോക്കാം, നമ്മൾ വേറെ ആരെങ്കിലും വിളിച്ച് പ്രാർത്ഥിക്കാൻ പറ്റുമോ? ഇല്ല, അള്ളാഹിനെ മാത്രമേ നമ്മൾ വിളിച്ച് പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ. അടുത്തായിട്ട് പറഞ്ഞിട്ടുണ്ടോ, സർവാധിപത്യം അള്ളാഹുവിന് മാത്രമുള്ളതാണെന്നാണ്. അവസാനമായിട്ട് പറയുന്നുണ്ട്, പ്രതിഫല ദിവസത്തിൻ്റെ ഉടമസ്ഥൻ അള്ളാഹു മാത്രമാണെന്ന്. ഒന്ന് ആലോചിച്ച് നോക്കുക, ആ പ്രതിഫല ദിവസത്തിൻ്റെ ഉടമസ്ഥനാകുന്ന അള്ളാഹുവിൻ്റെ കയ്യിലാണ് നരകമുള്ളതായി, അള്ളാഹുവിൻ്റെ അടുക്കലാണ് സ്വർഗമുള്ളത് അല്ലേ. ഒരു മനുഷ്യന് സ്വർഗത്തിൽ പോയ സുഖസുന്ദരമായ ജീവിതവും നരകത്തിലേക്ക് പോയാൽ ഏറ്റവും വലിയ ദുരിത ജീവിതമാണ്. ഇത് രണ്ടിൻ്റെയും ഉടമസ്ഥൻ അള്ളാഹാണ്. അപ്പം നിങ്ങൾ ചിന്തിക്കുക, ആരെ വിളിച്ച് നമ്മൾ പ്രാർത്ഥിക്കണം? അള്ളാഹിനെ വിളിച്ച് പ്രാർത്ഥിക്കണം, വേറെ ആരെയും വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല. കാരണം ബാക്കിയുള്ളതെല്ലാം തന്നെ ഈ പടച്ചവൻ്റെ സൃഷ്ടികൾ മാത്രമാണ് എന്നുള്ളൊരു ചിന്ത നമുക്ക് വേണമെന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് മനസ്സിലാക്കിയ കാര്യങ്ങൾ ആത്മാർത്ഥമായ ജീവിതത്തിൽ പകർത്തുക. കാരണം ഇതിലങ്ങനെ നമ്മൾ തെറ്റിപ്പോയി കഴിഞ്ഞാണ്ടല്ലോ, നമ്മുടെ ദുനിയാവും പോയി കിട്ടും, ആഖിറവും പോയി കിട്ടും. എല്ലാം ചിന്തിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ.